വേൾഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. സംഖ്യാപുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. രണ്ടാമത്തെ പെസഹ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 1-ാം മാസം സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആചരിക്കണം. ഈ മാസം 14-ാം ദിവസം വൈകുന്നേരം നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു. അങ്ങനെ അവർ 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം സീനായി മലയിൽ വെച്ച് പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. അവർ മോശയുടെയും അഹ്റോൻ്റെയും അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ചു അശുദ്ധരായി. എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റ് ആളുകളോട് ചേർന്ന് കാഴ്ച അർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ? മോശ പറഞ്ഞു, കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, പെസഹായെക്കുറിച്ചുള്ള വിവരണമാണ്. തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളും അതിനു മുമ്പ് കാഴ്ച സമർപ്പണങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പെസഹായെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം പെസഹ ആചരിക്കുന്നതിന് എല്ലാവരെയും സജ്ജമാക്കുന്നത് നമുക്കിവിടെ കാണാം. അതിന് വേണ്ട വിശുദ്ധീകരണം, അവരെ തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള പ്രക്രിയയും വിശുദ്ധിയോടുകൂടി പെസഹ ആചരിക്കുവാൻ അവരുടെ ഒരുക്കവും ഒക്കെ നമുക്ക് ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, അന്ന് പഴയ നിയമത്തിലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം മോചിപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ് അവരുടെ പെസഹ. കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം അവരുടെ കട്ടളപ്പടികളിൽ മേൽ തളിച്ച് അവരുടെ കുടുംബത്തെ, അവരുടെ ഭവനത്തെ വേർതിരിക്കുകയും മറ്റുള്ള കുടുംബങ്ങളിലെ ആദ്യജാതന്മാർ കൊല ചെയ്യപ്പെടുകയും ഇസ്രായേൽ ജനം അവിടെ നിന്ന് മോചനം നേടി സ്വതന്ത്ര വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര പുറപ്പെടുന്നതിൻ്റെയും സൂചന നമുക്കിവിടെ കാണാം. ഇന്ന് പെസഹ നമുക്കറിയാം, നമ്മളുടെ ഓരോ വിശുദ്ധ കുർബാനയും പെസഹ ആചരണമാണ്. അതിനെത്ര കണ്ട് ഒരുങ്ങി നമ്മൾ ചെല്ലണമെന്ന് ഇവിടെ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ നമ്മളിന്ന് കർത്താവായ യേശു, അവൻ ആ കുഞ്ഞാടായ കർത്താവ് അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുമ്പോഴാണ് നമ്മൾ അതിന് യോഗ്യരായിത്തീരുക. അവൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടി വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ നമുക്കതുവഴി നൽകപ്പെടുകയാണ്. ഓരോ ബലിയർപ്പണവും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാനും കൂടുതൽ കൂടുതൽ നമ്മളെ കർത്താവിൻ്റെ ആ ജീവിത സാഹചര്യങ്ങളുമായിട്ട് കർത്താവിനോട് ചേർന്ന് അവൻ്റെ തിരുഹിതം മനസ്സിലാക്കി ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. ആയതിനാൽ ഈ നോമ്പുകാലം കൂടുതൽ വിശുദ്ധിയോടുകൂടി ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും വിടുതലും അനുഗ്രഹവും പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.